എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതുപോലെ നല്ല സോഫ്റ്റും ആണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി ചിക്കൻ ആണ് കേട്ടോ ഇത്. ഇതിന്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കുൽച്ച റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ മൈദാമാവാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് മൈദാമാവ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു മൈദാമാവിന് പകരമായിട്ട് നമുക്കിത് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലാവുമ്പോൾ ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റിന് പകരമായിട്ട് ഡ്രൈഡ് ഈസ്റ്റ് ഇതുപോലെ വലിയ തരികളായിട്ടുള്ള ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഡ്രൈഡ് ഈസ്റ്റ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളവും ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തൈരാണ്. നല്ല കട്ട തൈര് തന്നെ ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ, അതായത് ഒരു 125 ml ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, ഒരു ഇളം ചൂട് മാത്രമേ കാണാവുള്ളൂ. നിങ്ങൾ ഒരു വലിയ തരികളായിട്ടുള്ള ഡ്രൈഡ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും അതൊന്ന് മിക്സ് ചെയ്ത് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സ് ആണ് കേട്ടോ ഈ ഒരു ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂണിൽ വേണം നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിനാണ് കേട്ടോ ഈ ഒരു മാവ് ഇരിക്കുന്നത്. ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാടങ്ങ് മാവ് കയ്യിലങ്ങ് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ മാറ്റം വരാം കേട്ടോ. ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവ് ഒന്നും കുഴക്കുന്ന പോലെ അല്ല, അതിലും കുറച്ചും കൂടി ലൂസായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഓയിലൊന്ന് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ ഞാൻ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഇനി ചെറിയൊരു നനവുള്ളൊരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. നല്ല ഡബിൾ ആയിട്ട് കിട്ടും. ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ നമുക്കിത് ഇവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്കോ ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് നമുക്ക് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ചെറിയ 2 ചപ്പാത്തിയൊക്കെ പരത്തുന്ന അത്രയും മാവ് എടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മാവ് നമ്മളൊരു മൂടി വെച്ച് അടച്ച് തന്നെ കൊടുക്കണം കേട്ടോ. തുറന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു മാവങ്ങ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിട്ടങ്ങ് പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് പരത്തരുത്, ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ റൗണ്ടായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് മാത്രം നമുക്കൊരു സ്വല്പം വെള്ളം ഇതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നുള്ളു എള്ള് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിലല്ല, ആ ഒരു എള്ളും മല്ലിയിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചെറിയതായിട്ട് നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത്യാവശ്യം ഇത് ചൂടായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. പക്ഷെ പാൻ അത്യാവശ്യം ഒരു ചൂടുണ്ടായിരിക്കണം. ഇനി ഈ ഒരു പാനിൻ്റെ സൈഡിലായിട്ട് നമുക്കിതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. നമ്മളിതുപോലെ മൂടി വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ അതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു ആവി വന്നിട്ട് പെട്ടെന്ന് നമുക്കിതങ്ങ് കുക്കായി കിട്ടും. ആ ഒരു മുകൾ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുത്താൽ മതി. ഒരുപാട് തീ കൂടിപ്പോയാൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞും പോകും. അപ്പോൾ ഇനി മൂടി തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കും കുറച്ചൊന്ന് ബട്ടർ തൂത്ത് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളും കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ ഇതുപോലെ കുറച്ച് വെള്ളം തൂകിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു 2 സൈഡിലും കുറച്ച് ബട്ടറോ നെയ്യോ ആക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഓരോന്നും നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലൊരു കിച്ചൺ ടൗലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എങ്കിൽ അത് നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കുൽച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ കടായി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടാൽ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു റെസിപ്പി നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുൽച്ചയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.